ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായി. എന്ത് ചെയ്യുന്നൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് വെറുതെ നാട്ടിൽ വന്നിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയായി. അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൾ കൃപാസനത്തിലൊന്ന് പോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, കൃപാസനത്തിൽ. അപ്പോൾ എനിക്ക് കൂടുതൽ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് മൊബൈലിലൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൃപാസനത്തിൽ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും കൃപാസനത്തിലൊന്ന് പോയി കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ വന്നത്. അപ്പം എൻ്റെ മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് 2 പേരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. എൻ്റെ കസിൻസാണ്. അവർ രണ്ടും ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അവർ രണ്ടും വെളിയിൽ പോയി സാക്ഷ്യവും പറഞ്ഞു. അപ്പം മാതാവ് അതിന് വേണ്ടിയിട്ടും കൂടെ എന്നെ നിയോഗിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എല്ലാവരും ചെയ്യുന്നത് പോലെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ നിർത്തിയ